ദുഷ്ടശക്തി ആയ ആത്മാക്കളുടെ സഹായത്തോടെ ജീവിക്കുന്ന, ആഭിചാരക്രിയകൾ ഒക്കെ ചെയ്യുന്ന, പാമ്പുകളോടൊപ്പം കഴിയുന്ന മധ്യവയസ്കൻ. നമ്മുടെ കുട്ടിക്കാലത്തെ പേടി സ്വപ്നമായ ഇത്തരം മനുഷ്യന്മാരുടെ കഥ പറയുന്ന സിനിമ ആകുമ്പോൾ, ഒപ്പം മമ്മൂട്ടിയുടെ വോയിസ് മോഡുലേഷൻ കൂടി ആകുമ്പോൾ കിട്ടുന്ന ഹോർ ഫീൽ വേറെ ലെവൽ ആയിരിക്കും. ഒന്നുറപ്പാണ്, നമുക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും പ്രമേയകം. ഇതുവരെ പ്രമേയകത്തിന്റെ 3 പോസ്റ്ററുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 3ഉം ഏറെ വ്യത്യസ്തം. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പോസ്റ്റർ ഓരോ സിനിമാസ്വാദകരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ചായങ്ങൾ പൂശി, കിരീടം ധരിച്ച് നിഗൂഢത ഉണർത്തുന്ന മമ്മൂട്ടിയാണ് പോസ്റ്ററിൽ. മമ്മൂക്കയുടെ കട്ടമാന്ത്രിക വില്ലനിസം പുതിയ അത്യാധുനിക ടെക്നോളജിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തത് വിജയിക്കാൻ കഴിഞ്ഞാൽ പ്രമേയകം മലയാളത്തിലെ ഗെയിം ചേഞ്ചർ ആയി മാറാം. കഴിഞ്ഞ 2 വർഷത്തിൽ മമ്മൂട്ടിയാണ് ഹിറ്റ് ചാർട്ടിൽ ഒന്നാമതുള്ളത്. ഇതിൽ പ്രധാനമായ 2 സിനിമകളാണ് റോഷാക്കും നൻപകൽ നേരത്ത് മയക്കവും. മമ്മൂട്ടിയിലെ നടനെ യുവതലമുറ ഉൾപ്പെടെ കണ്ടറിഞ്ഞ സിനിമകളായിരുന്നു ഇവ. കഥാപാത്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ പരകായ പ്രവേശനം ഓരോരുത്തരെയും അമ്പരപ്പിച്ചു. അത്തരമൊരു സിനിമയാണ് പ്രമേയകവും. മമ്മൂട്ടിയിലെ നടന്റെ മറ്റൊരു പകർന്നാട്ടം ആകും ചിത്രത്തിലേത് എന്നാണ് വിലയിരുത്തലുകൾ. ഭൂതകാലം എന്ന ഷെയ്ൻ നിഗം, രേവതി ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ രാഹുൽ സദാശിവൻ ആണ് പ്രമേയകം സംവിധാനം ചെയ്യുന്നത്. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ. ചിത്രം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന അനൌദ്യോഗിക വിവരം.